രസകരമായൊരു ന്യൂസ് കണ്ടിട്ടേ കുറേ ചിരിച്ചുപോയി. തമിഴ്നാട്ടിലൊരാൾ നോൺ ഹലാൽ ഫുഡ് ഇറക്കാൻ പോകാമെന്ന് പോലെ അങ്ങനെ ബാഡ്ജിങ് കൊടുത്തിട്ട്. എടാ, ഈ ഹലാൽ എന്ന് പറഞ്ഞാലേ നല്ല ഭക്ഷണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നന്നായിട്ട് അറുത്തത്, നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്തത്, ആരുടെയും പിടിച്ച് പറിക്കാത്തത്, കട്ടെടുക്കാത്തത്, ഏറ്റവും ഉത്തമമായ ഭക്ഷണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഹലാൽ യൂസ് ചെയ്യുന്നത്. ഇത് ലോകത്ത് മാനവരാശിക്ക് മൊത്തത്തിൽ ഗുണകരമായിട്ട് അവതരിപ്പിച്ചൊരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ഈ നോൺ ഹലാൽ ഫുഡ് ഇറക്കുമ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് കട്ടത്, പിടിച്ചു പറിച്ചത്, അല്ലെങ്കിൽ ചത്ത കോഴി, അങ്ങനെ മനുഷ്യന്മാർക്ക് എടുങ്ങേറുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത് വിടാൻ പോവാണോ? ഇനിയിപ്പോൾ മുസ്ലിങ്ങൾക്ക് കഴിക്കാത്ത 1-2 ഭക്ഷണങ്ങളാണ് ഇപ്പോൾ പന്നിയിറച്ചി, പട്ടിയിറച്ചി. അതിനൊന്നും ഇപ്പോൾ ഇതിൻ്റെ ലേബലിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് നോർമലി വാങ്ങേണ്ടവർ വാങ്ങും, അല്ലാത്തവർ വാങ്ങുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്താണോ ഒരു ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. 10-12 കൊല്ലമായിട്ട് പറ്റിച്ചുകൊണ്ട് നിൽക്കുകയാണ് മൊത്തത്തിൽ. ഇന്ത്യ രാജ്യത്തെ വലിയൊരു സമൂഹത്തിനെ വഞ്ചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോന്ന് പറഞ്ഞ് പിരികേറ്റിയിട്ട് അദാനിക്കും അംബാനിക്കും ഗുജറാത്തിലുള്ള കുറച്ച് മുതലാളിമാർക്കും കാര്യം ഉണ്ടായി എന്നല്ലാണ്ട് സകല മനുഷ്യന്മാർ ബുദ്ധിമുട്ടില്ല. അതിൽ മതമോ ജാതിയോ വ്യത്യാസമൊന്നുമില്ല. പെട്രോളിന് എല്ലാവർക്കും ഒരേ വിലയാണ് എല്ലാ വിഷയത്തിലും. നിങ്ങൾ പറ, ഹിന്ദുവിന് ഗുണമായിട്ടുള്ള ഒരു കാര്യമെങ്കിലും ചെയ്ത് പറ. ഞങ്ങളതൊക്കെ പോട്ടെ, ബാക്കിയുള്ളത് പോട്ടെ. എന്താ ഈ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ? ഇങ്ങോട്ടാണ് പോണേ. നിങ്ങളെ മയക്കി കടത്തിയിട്ട് മുതലെടുക്കുകയാണ്. അത് മനസ്സിലാക്കുക. ഇപ്പോൾ ശശികല ടീച്ചർ, ജനൻ ടി വി ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് തോന്നും മുസ്ലിങ്ങൾ നിങ്ങളെന്തോ ചെയ്യാൻ നിൽക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ രാവിലെ എണീച്ചിട്ട് ഇന്നിപ്പോൾ എന്താ നല്ല ഫുഡ് കഴിക്കുക, ഇന്നിപ്പോൾ ഏട്ടാ യാത്ര പോവുക, അല്ലെങ്കിൽ ഇന്നത്തെ ബിസിനസ് എങ്ങനെ നടക്കുക, അല്ലെങ്കിൽ ഇന്നത്തെ ജോലിക്ക് എങ്ങനെ പോകും, ഇതൊക്കെ ആലോചിച്ച് വൈകുന്നേരം ചെക്കന്മാരപ്പരൊക്കെ ഇറങ്ങി വേറൊരു പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് കളിയും പാട്ടും പരിപാടികളും ആയിട്ട് ആഘോഷിച്ച് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളിത് കുറേ ആൾക്കാർ എന്തോ അന്തം വിട്ട് എന്തോ ആലോചിച്ചിട്ട് ജീവിതം നശിപ്പിക്കുകയാണ്. നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരി, കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തി ചിന്തിക്കും. ഇപ്പോൾ ഹിന്ദുക്കൾക്ക് ഗുണമുള്ളതെന്ന് ഞാൻ ചോദിച്ചതിന് അമ്പലം ഉണ്ടാക്കിയെന്ന് അന്ന് പറഞ്ഞു വരണ്ട. അതുപോലെ കക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പിന്നെ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്ന ഹിന്ദുക്കൾക്ക് ഗുണമായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് തീവ്രവാദം എന്നാണ് പറയുക. പിന്നെ ഞാനൊരു മുസ്ലിം ആയും കൊണ്ടല്ലേ ഇതിനൊക്കെ എതിർക്കിട ചോദിക്കാനുണ്ടാവും. അങ്ങനെയല്ല. അതായത് നമ്മൾ ദജ്ജാലിനെ കാത്തുക്കുന്ന സമൂഹമാണ്, ഒരു പ്രശ്നവുമില്ല. ഇതിലും വലിയ വള്ളിക്കിനി വരാനുണ്ട്. പക്ഷേ നമ്മളെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജാതീയതയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചു വരും. ഇപ്പം തന്നെ ഈ ഭരണത്തിൻ്റെ കീഴിൽ നന്നായി നടക്കുന്നുണ്ട്. തല്ലിക്കൊല്ലലും വെട്ടിക്കൊല്ലലും ജാതിൻ്റെ പേരിൽ ഈ നാട് നശിച്ചു പോകും എല്ലാ അർത്ഥത്തിലും. അത് മനസ്സിലാക്കി. ഇതിനാരോ അച്ചാരം കൊടുത്ത് പറഞ്ഞേച്ചായി ടീമിനാണ്.